ഇന്നലെ മുതൽ അവന് ഒട്ടും തന്നെ സുഖമില്ല. അല്ല, നീ ഇതുവരെയായിട്ട് മരുന്നൊന്നും കൊടുത്തില്ലേ? മരുന്ന് കൊടുത്തു. ഡോക്ടർ പറഞ്ഞത് നാളേക്ക് ശരിയാകുമെന്നാ. സ്കൂളിലും പോകാൻ പറ്റും. പക്ഷെ പ്രശ്നം അതല്ല, ഹോംവർക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നീ ഹോംവർക്കിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. ഹോംവർക്ക് ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. ഈ വീട് വൃത്തിയാക്കലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ 10 ചെയ്തോളുന്നേ. ഇനി പുറത്തു പോയിട്ട് വല്ലത് മേടിക്കണമെങ്കിൽ അത് ഞാൻ മേടിച്ചോളാം. ഇതാണോ ഇപ്പൊ വലിയ കാര്യം? അതും ഞാൻ ചെയ്തോളാം. മോട്ടുമാമന് രണ്ടും എത്രയാണെന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഹോംവർക്ക് ചെയ്യുന്നത്? ഇല്ല, എന്റെ മോട്ടുമാമന് എന്തും ചെയ്യാൻ കഴിയും. മാമൻ എന്റെ ഹോംവർക്ക് ചെയ്തോളും, അല്ലേ മാമ? അതെ അതെ, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. ഞാൻ തന്നെ നിന്റെ ഹോംവർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതാ പിടിക്കൂ അവന്റെ നോട്ട്ബുക്ക്. ഇതിൽ മാത്സ് ഹോംവർക്ക് എഴുതിയിട്ടുണ്ട്. ഒരു മാങ്ങയ്ക്ക് 2 രൂപ. അപ്പോൾ രാം 7 മാങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ കടക്കാരന് എത്ര പൈസ കൊടുക്കണം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് കണ്ടൂടെ ഞാൻ ഹോംവർക്ക് ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? വലിയ ഷോ ഒന്നും കാണിക്കണ്ട. മാത്സിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത ആളാ മാത്സിന്റെ ഹോംവർക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങോട്ട് താ, ഞാൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാം. ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണ്. ഓക്കെ, ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണെങ്കിൽ അതെ, ഇതുവരെ ശരിയാണ്. ഇനി രാം 7 മാങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലായി. പക്ഷെ പ്രോബ്ലം ഇതാണ്, രാം ആ കടക്കാരന് എത്ര പൈസ കൊടുത്തു എന്ന്. എന്റെ ബോക്സർ ചേട്ടാ, നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കാതെ ഈ ജോലി ചെയ്യാൻ അറിഞ്ഞൂടെ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? ഒരുപാടെന്നെ ശല്യപ്പെടുത്തുന്നു. നീ എന്നോട് ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയുന്നു. എന്റെ വലിയേട്ടാ, ഏതോ ഒരു രാമൻ ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്നു. 7 മാങ്ങ വാങ്ങിച്ച് അവൻ എന്റെ എല്ലാ സമാധാനം ഇല്ലാതാക്കിയിരിക്കുക. അവൻ 1 മാങ്ങ മാത്രം വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. 2 രൂപയുടെ 1 മാങ്ങ വാങ്ങിച്ചാൽ അതിന് 2 രൂപ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അവൻ 7 മാങ്ങ വാങ്ങിച്ചിട്ട് എന്റെ ജോലി ഇരട്ടിയാക്കി കളഞ്ഞല്ലോ. അവൻ കാരണം എനിക്കിപ്പോ എന്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുക. അത് മാത്രമല്ല, എവിടെ തിരിഞ്ഞാലും ബഹളവാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ചോട്ടുപോന്റെ ഹോംവർക്ക് എങ്ങനെ ചെയ്യും? മോട്ടു, എന്റെ ചങ്ക, എന്റെ സഹോദരാ, ഇങ്ങനെ വിഷമിക്കരുത്. ഇതാ എല്ലാ ശബ്ദത്തിനുമുള്ള പരിഹാരം. ഇനി നിനക്ക് പുറത്തുള്ള ഒരു ശബ്ദവും കേൾക്കാൻ കഴിയില്ല. അപ്പുറത്തൊരു പഴയ സ്കൂളുണ്ട്, അവിടെ പോയി നീ ഹോംവർക്ക് ചെയ്യ്. അങ്ങോട്ടാരും വരികയുമില്ല. വലിയേട്ടാ, ഇപ്പോഴെനിക്കൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനി ഞാൻ സമാധാനത്തോടെ ചെന്നിരുന്ന് ഹോംവർക്ക് ചെയ്യും. കൊള്ളാം, ഞാൻ ഈ പെണ്ണ് കൊണ്ട് തന്നെ ഹോംവർക്ക് ചെയ്തോളാം. മോട്ടു, ആ പേന തിരിച്ചു വെക്ക്. റിസർച്ചിനുള്ള പേനയാണത്. തിരിച്ചു വെച്ചില്ലെങ്കിൽ എല്ലാം പൊട്ടി തെറിക്കിച്ചൊക്കെ. എന്നാ പിന്നെ എല്ലാം ഇങ്ങെടുത്തേക്കാം. ഇനി അഥവാ ഒരു പെണ്ണിലും മഷി തീർന്നു പോയാൽ നമുക്ക് അടുത്ത പെണ്ണ് ഉപയോഗിക്കാമല്ലോ.
പൊളിച്ചെടുത്തല്ലോ. മോട്ടു ആ പെണ്ണ് തിരിച്ചങ്ങോട്ട് വെച്ചേക്കേ, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. ഒരു മാങ്ങ വാങ്ങിച്ചാൽ അതിന് 2 രൂപ. 2 2 2 4 രൂപ. 2 3 4 5 6 7. എന്താ ചെയ്യാ? 2 3 4 എത്രയും പെട്ടെന്ന് ഈ സ്കൂൾ അങ്ങ് അടിച്ചു പൊളിച്ച് നിരത്തി കളഞ്ഞേക്ക്. ഇവിടെ ഒരു പുതിയ സ്കൂൾ പണിയാൻ പോവാ. യെസ് സാർ. ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണ്. ഇവിടം വരെ എനിക്ക് നല്ലോണം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 7 മാങ്ങയ്ക്ക് എത്ര പൈസയാവും? അതായത് 7നെ 2 കൊണ്ട് ഹരിക്കണം. ഇനി അഥവാ മൈനസ് ചെയ്യേണ്ടി വരുമോ, അല്ല പ്ലസ് ചെയ്യേണ്ടി വരുമോ? യോ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പക്ഷെ എന്താ ചെയ്യേണ്ടത്? 2 മാങ്ങ. ഹലോ സാർ, നിങ്ങൾ അവിടെ എന്തായി ചെയ്യുന്നേ? 2 രൂപയ്ക്ക് ഒരു മാങ്ങയാണെങ്കിൽ 4 മാങ്ങയ്ക്ക്. നിങ്ങൾ ഇവിടെ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഞാൻ ചോട്ടുവിന്റെ ഹോംവർക്ക് ചെയ്യുവാ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ദൈവം നിങ്ങളെ രക്ഷിച്ചെന്ന് പറഞ്ഞാ മതി, അല്ലെങ്കിൽ വലിയ പ്രശ്നമായേനെ. നിങ്ങൾ ഈ 4 പാടവും നോക്കിയേ. ചായക്കട ചേട്ടാ, ഞാൻ ചോട്ടുവിന്റെ ഹോംവർക്ക് ചെയ്യുവാണേ. നിങ്ങൾ എന്നെ ശല്യം ചെയ്യൊന്നുമില്ലല്ലോ? സത്യമായിട്ട് പറ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ സമോസ മാത്രം ചോദിക്കരുത്. പഴയ പറ്റി തീർക്കാതെ ഇനി സമോസ കിട്ടുമെന്ന് കരുതണ്ട. ഒരു മാങ്ങയ്ക്ക് 2 രൂപയാണെങ്കിൽ ഒരു മാങ്ങ 2 രൂപ. രണ്ട് രൂപയ്ക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. അയ്യോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങോട്ടാ പോവേണ്ടത്? ചോട്ടുവിന്റെ ഹോംവർക്ക് ഞാൻ എവിടെ ഇരുന്നാ ചെയ്യാ? എനിക്കൊരു സമൂസ തരുമോ? എങ്കിലേ ഇത് ചെയ്യാൻ പറ്റൂ. എന്നാ പിന്നെ കാട്ടിലെങ്ങാനും പോയി ഇരുന്ന് ഹോംവർക്ക് ചെയ്യേ. അവിടെ ആവുമ്പോ ആരും ശല്യം ചെയ്യില്ലല്ലോ. താങ്ക് യു ചായക്കട ചേട്ടാ, താങ്ക് യു. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് എന്താ സംഭവിക്കാന്ന്. അവിടെ നിൽക്കാൻ നിന്നെ ഞാൻ വിടില്ല. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. എപ്പോ നോക്കിയാലും ചക്രാത്തിന് സമോസ തിന്നാൻ വരിക. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. നിക്കടാ, നിക്കടാ അവിടെ. എന്റെ സമോസ തിരിച്ചു തന്നിട്ട് പോടാ. എന്നെ പിന്നെ കണ്ടോളാം. ഇനി ഹോംവർക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും. 1 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കണ്ടൂടെ, ഞാൻ ചോട്ടുവിന്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാ ഈ കാട്ടിലാരും വരാത്തത്. ഓടിക്കോ, ഓടിക്കോ. ചോടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ചോട്ടുവിന്റെ ഈ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കും. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ വാനിനകത്തിരുന്ന് ഈ ഹോംവർക്ക് ചെയ്തോട്ടെ. പറ. ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. നമ്മളെ സ്ഥിരമായിട്ട് ജയിലിൽ കൊണ്ടുവന്നിടുന്നവൻ സഹായം ചോദിച്ചാൽ നമ്മളത് ചെയ്യണമല്ലോ. ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. എന്റെ ജോണെ, ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഈ ഹോംവർക്ക് ചെയ്യാനൊന്ന് അനുവദിക്കൂ. പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ജയിലിൽ പിടിച്ചിട്ടില്ല. അതെ. ഓക്കെ ഓക്കെ, ഇവനെ കൂട്ടിക്കൊണ്ടു പോകൂ. എന്നിട്ട് നമ്മുടെ വാലിൽ കയറ്റി ഇരുത്തൂ. ഓ വെൽക്കം.
തന്നെയായിരിക്കും ഡോൺ. ഇന്നത്തോടെ ഞാൻ ഈ മോട്ടുവിനെ മോളിലോട്ട് അയക്കും. ഇനി എന്നെ ജയിലിൽ ഇടാൻ ആരുണ്ട്? ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. പത്ലു, എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും ബഹളമാണ്. ഒരു സ്ഥലത്ത് സമാധാനമില്ല. ഞാൻ ചായക്കടയുടെ ഒരു ചോദ്യം ചോദിക്കാം. ഒരു സമൂസക്ക് 2 രൂപയാണ്. ഇപ്പൊ ഞാൻ 7 സമൂസ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എത്ര രൂപയാ കൊടുക്കേണ്ടത്? പത്ലു, 14 രൂപ. അല്ലാതെന്താ? അല്ല, ഇത് തന്നെയല്ലേ ചോട്ടുവിന്റെ ചോദ്യവും. മാങ്ങയെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ സംശയം വന്നത്. ഇനി എല്ലാ ചോദ്യത്തിലും സമൂസയെ നമുക്ക് കൊണ്ടുവരാം. ഇനി സമാധാനത്തോടെ ചെന്ന് ഹോംവർക്ക് ചെയ്യട്ടെ. അതെ അതെ, അതും നമ്മുടെ വീട്ടിൽ. സമൂസയുടെ കണക്കാണെങ്കിൽ ഇവന് എത്ര കോടികളുടെ കണക്കാണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ല ചോട്ടു, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഞാൻ സ്കൂളിൽ പോവാണ്. മാമ, ഇതെന്റെ പെറ്റ് മിക്കിയാണ്. വൈകുന്നേരം വരെ ഇതിനെ ഒന്ന് നോക്കിക്കൊള്ളാമോ പ്ലീസ്? മമ്മി പുറത്തു പോയിരിക്കുക. അതാ ഞാൻ മാമനോട് വന്ന് ചോദിച്ചേ. നീ ഇതിനെ കുറിച്ച് വിഷമിക്കണ്ട. നിന്റെ പെറ്റ് എന്റെയും പെറ്റല്ലേ. തരൂ, എനിക്ക് തരൂ. എന്റെ പഞ്ചാര മുത്തേ, എന്ത് നല്ല ഭംഗിയാ ഇതിന്. ഹലോ മിക്കി. ബൈ മാമ. പത്ലു, എലികള് പുല്ലൊക്കെ തിന്നാറുണ്ടോ? ആർക്കറിയാനാ, ഞാൻ ഇതുവരെ എലിയെ വളർത്തിയിട്ടൊന്നുമില്ല. പക്ഷേ എലികള് സമൂസകളൊന്നും കഴിക്കാതിരിക്കില്ല. വരൂ, ഇതിന് സമൂസ മേടിച്ചു കൊടുക്കാം. എലി പുല്ല് തിന്നുമോ ഇല്ലയോ, സമോസ തിന്നുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, പൂച്ച തീർച്ചയായും എലിയെ തിന്നും. ബോക്സർ ചേട്ടാ, നിങ്ങളുടെ കിറ്റിനെയും കൊണ്ട് പോയി ഇവിടുന്ന്. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ മിക്കിയെ തിന്നുകളയും. പൂച്ചയിൽ നിന്നും എലിയെ എത്ര നാൾ നിങ്ങൾക്ക് രക്ഷിക്കാനാകും? ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കിറ്റി നിങ്ങളുടെ മിക്കിയെ പിടിച്ചിരിക്കും. പത്ലു, എന്നാ പിന്നെ നമുക്ക് ആ ചായക്കടയിൽ പോയിട്ട് സമൂസ കഴിക്കാം അല്ലേ? അനങ്ങിപ്പോവരുത്. എന്റെ എലിക്കുട്ടന്റെ അടുത്ത് വരുന്നത് പോയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ നീ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ 2 കാലും വലിച്ചൂരി വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. മനസ്സിലായോ? ഓ പൂച്ച, ഇവിടുന്ന്. എന്താ പറഞ്ഞേ? നിങ്ങളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കട്ടെ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. തമാശയോ? എനിക്കും തമാശ വലിയ ഇഷ്ടമാ. ഇനി ഞാനും കുറച്ച് തമാശ കാണിക്കാം. രക്ഷിക്കണേ. ഈ ആക്രാന്തം പിടിച്ച പൂച്ച ഇവിടെ എത്തിക്കഴിഞ്ഞു. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പറ്റില്ലോ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ബൈ ബൈ കിട്ടി. ബൈ ബൈ. അത് നോക്ക്, അവൻ വീണ്ടും വന്നിരിക്കുന്നു. പൂച്ചേ. ഇങ്ങോട്ട് വന്ന നിന്റെ നല്ലതിനായിരിക്കില്ല. എങ്ങോട്ടേക്കെങ്കിലും ഓടിപ്പോയിക്കോ. അടുത്തേക്ക് വരരുത്. ദൂരെ പോ.
സൂക്ഷിച്ച്. ബൈ 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 കിട്ടി. എന്റെ വലിയേട്ട, ഒരു പൂച്ച ഞങ്ങളെ 3 പേരെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് അതിനെ അറസ്റ്റ് ചെയ്യാൻ നോക്ക്. എന്റെ അമ്മോ, പക്ഷെ അതിനെ പൂച്ചേനെ പിടിക്കാൻ ഞങ്ങളുടെ അടുത്ത് യാതൊരു നിയമവും ഇല്ല. എന്തായാലും ശരി, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാം. വരൂ, കേറൂ, കേറ് 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 കേറ്. ചിങ്കം സാറേ, ഈ പൂച്ചയാണ്. കണ്ടില്ലേ അവന്റെ മുഖത്ത് ആ ഗുണ്ടായിസം? റോഡിന്റെ നടുവിൽ നിന്ന് വണ്ടി തടയുന്നത് കണ്ടില്ലേ? ഈ പൂച്ചയ്ക്ക് ഇപ്പൊ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. ഏയ് വേണ്ട വേണ്ട, എന്റെ അമ്മോ. എന്റെ അമ്മോ, ഈ പൂച്ച ഭയങ്കര അപകടകാരിയാണല്ലോ. സാറേ, ഇനി ഞങ്ങൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ, നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകാം. അത് കണ്ടോ, പൂച്ച എങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങോട്ട് വരുന്നെന്ന്. എന്റെ അമ്മോ, നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോ. വേണ്ട, എന്റെ അമ്മോ, മമ്മി, ഡാഡി. ഞങ്ങളെ രക്ഷിക്കൂ. ഒരു പൂച്ച കാരണം ഞങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ലല്ലോ. ആ ചോട്ടുവിന്റെ ഈ മിക്കിയുടെ പുറകില് വിടാതെ കൂടിയിരിക്കാ പൂച്ച. പൊളിക്കടുത്തല്ലോ. പൂച്ചയെ ഓടിപ്പിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വന്നേ. വരൂ വരൂ, നിന്റെ എല്ലാ കണക്കുകളും ഇപ്പൊ തീർത്തു തന്നേക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് അടുത്ത് വന്ന് നോക്ക്. എന്റെ ഡോഗ് ചേട്ടാ, സ്വതവേ പട്ടികളെ പൂച്ചകളെ ചേസ് ചെയ്യാറ്, അല്ലാതെ ഡോഗിനെ അല്ല. എന്തിനങ്ങനെ പട്ടികളുടെ പേരിന് ചീത്തപ്പേരുണ്ടാക്കുന്നേ? അവിടെ നിക്ക്, അതിനെ ഓടിക്ക്. പൊളിക്കടുത്തല്ലോ. നിങ്ങൾ എന്റെ ഡോഗിന്റെ കൂടെ കറങ്ങാണോ അതോ എന്റെ ഡോഗ് നിങ്ങളോടൊപ്പം കറങ്ങാണോ? എന്റെ നടു ഓടിഞ്ഞെന്നാ തോന്നുന്നേ. ഗസീറ്റാറാമേ, നിങ്ങളുടെ ഡോഗ് ഞങ്ങളെ വട്ടം കറക്കി. പൊളിക്കടുത്തല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ ഡോഗി ആ പൂച്ചനെ ഓടിച്ചൂന്ന്. നിങ്ങൾക്ക് സന്തോഷായില്ലേ? എന്റെ ഡോഗിക്ക് നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. ഇതിന് പൂച്ചയെ ഓടിപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടാളും ഇതിനൊരു വലിയ പാർട്ടി കൊടുക്കണം. അതിനോടൊപ്പം എനിക്കും. അതെ, ഇപ്പൊ തന്നെ ഇവൻ ഞങ്ങളെയൊക്കെ ഒരു പരുവത്തിലാക്കി ഇട്ടിരിക്കുക. നിനക്ക് പാർട്ടി വേണോ അല്ലേ? ഇനി ആ പൂച്ചയ്ക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചോട്ട് വരുന്നത് വരെ ഇങ്ങനെ കാറിൽ കറങ്ങിക്കൊണ്ടിരിക്കാം. അപ്പൊ ആ പൂച്ചയ്ക്ക് നമ്മുടെ പുറകിൽ വരാൻ കഴിയില്ല. ആ ഇല്ല ഇല്ല, ഈ ശബ്ദം ഇപ്പൊ ഇത് എവിടുന്നാ കേൾക്കുന്നത്? നിനക്ക് തോന്നുന്നതാണ്, ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. ശബ്ദം വരുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അതെവിടെയാ ഇരിക്കുന്നത്? ഓട് പൂച്ചേ ഓട്, നീ കണ്ടം വഴി
ഇതും പാടിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ പ്രശ്നമാവും. ഈ പൂച്ചയ്ക്ക് ആരെയും ഒരു പേടിയില്ലല്ലോ. ഇങ്ങോട്ട് വരൂ എലിക്കുട്ട, ഇങ്ങോട്ട് വരൂ. ആ കള്ളപ്പൂച്ചയെ വിശ്വസിക്കാൻ പറ്റില്ല, അവൻ എപ്പ വേണേലും വരും. ഹലോ മിക്കി. എന്നെ വെറുതെ വിടൂ. വെറുതെ വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും? ബൈ ദ വേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. പെട്ടെന്ന് പറ, വെറുതെ വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും? നമ്മള് വിഡ്ഢികളെ പോലെ ഇത്രയും നേരം കിടന്ന് ഓടി. ഇനി ഒരിക്കലും ആ പൂച്ച നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. പൂച്ച നിങ്ങളെ ഒന്നും ചെയ്യില്ല. പക്ഷെ പൂച്ചയുടെ ഉടമസ്ഥൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. നിങ്ങൾക്ക് ഓർക്കാൻ പോലും കഴിയില്ല. ഇതാ പിടിച്ചോ. രക്ഷിക്കണേ, മിക്കി രക്ഷിക്കണേ, മിക്കി രക്ഷിക്കണേ. നിങ്ങളെ ഞാൻ വിടില്ല.